ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് അഗ്ലോണിമ, കുറച്ചില്ല രണ്ടെണ്ണുള്ളൂ, 2 അഗ്ലോണിമ, പിന്നെ ഈ ചെടി, ഈ ഒരു മണി പ്ലാന്റ്, ഈ ഒരു ചെടി. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് റീപോർട്ട് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഇന്നിട്ട് കാണിക്കുന്നത്. പതിവ് പോലെ തന്നെ ഞാൻ വളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിനകത്ത് മിക്സ്, മണ്ണ്, ചകിരിച്ചോറ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഈ ചെടിയുടെ അവസ്ഥ ഉണ്ടോ, ഇത് ഞാൻ ഓൾറെഡി പോട്ട് ചെയ്ത് വെച്ചതാട്ടോ. ഈ അഗ്ലോണിമ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്, ഇത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക്, ഇതൊരു ഭംഗിയില്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറിച്ചെടുത്തിട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ വേരൊന്നും മണ്ണിലേക്ക് പോയിട്ടില്ല കണ്ടോ, ഇങ്ങനെ തന്നെ നിൽക്കാണ്, ഒരു മണ്ണൊന്നും ഇല്ലാതെ ഒരു ഭംഗിയില്ലാതെ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഒരു ചട്ടിയിലേക്ക് നമുക്ക് നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ അഗ്ലോണിമ കൂടാതെ തന്നെ ഈ ഒരു വെറൈറ്റിയും, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇതും നമ്മുടെ അടുത്ത് ഉണ്ടായതാട്ടോ. അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ നിന്നായിരുന്നു, അതും ഒരു 2 ചെറിയ ചട്ടിയിലേക്ക് ആക്കി നടാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ അത് രണ്ടും കൂടിയാണ് നമ്മൾ ഇന്ന് നടുന്നത്. പിന്നെ നമ്മുടെ ഈ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് അല്ല, പിങ്ക്, അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് 2 ചട്ടിയിലേക്ക് ആക്കി നട്ടു. അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക്, ഇൻഡോർ അല്ല, ഈ ഇലച്ചെടികളെല്ലാം നല്ല ഭംഗിയിൽ നമുക്ക് വെക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചേക്കണത്. ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാട്ടോ. നമ്മുടെ ഈ ചെടി കണ്ടോ, ഇതൊരു മണി പ്ലാന്റ് ആട്ടോ, ഒരു മാർബിൾ പോത്തോസാണ്. അതിൽ കുറച്ച് മണ്ണൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മണ്ണും വളമൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അത് നമുക്ക് ഈ ഒരു വൈറ്റ് ചട്ടിയിൽ അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചെടി കണ്ടോ, ഇതും ഒരു അഗ്ലോണിമയുടെ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ ശരിക്കും പേരറിയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും നമുക്ക് ആ പേരുകളൊക്കെ എനിക്ക് കടിച്ചപ്പെട്ടാത്ത പേരുകളായതുകൊണ്ട് ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ആ ചെടിക്കും മണ്ണും വളമൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ അതിനും ഇച്ചിരി മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ആ ചെടിയുടെ ഇലയിൽ കൂടെ തിക്കായിട്ട് ആ ചട്ടി നിറച്ചു നിൽക്കണ ഒരു ചെടിയാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചട്ടിയുടെ ഇടയിൽ കൂടെയൊക്കെ ഇതൊക്കെ വകഞ്ഞു മാറ്റി ഒക്കെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൽ നിറച്ച് മണ്ണായിരിക്കും, അത് നമുക്കൊന്ന് കഴുകി സെറ്റാക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഈ പ്ലാന്റിൽ കുറച്ച് വെയിലത്താട്ടോ ഈ പ്ലാന്റ് ഇരുന്നത്, അതുകൊണ്ട് അതിന് കുറച്ച് വാട്ടം വന്നിട്ടുണ്ട്. ഇലകൾക്കൊക്കെ ഒരു ചെറിയ കരിച്ചിൽ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കരിഞ്ഞിരിക്കുന്ന ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് നല്ലോണം സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് അതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അത് നമുക്ക് സിറ്റ് ഔട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം.
ചെടികളെല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു മണി പ്ലാന്റും ഗ്ലോണിമയൊക്കെയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നല്ല ഭംഗിയിലേ കാണാനായിട്ട്. അത് തന്നെ വെള്ളമൊക്കെ വെച്ച്. ഓക്കെ, താങ്ക് യു.